അറിവിന്റെ പുതിയ ആകാശം. വിദ്യാഗീതം സ്കൂൾ റേഡിയോ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠപുരം. ഇന്നത്തെ ഈ എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നിങ്ങളുടെ കൂടെ ഞാൻ നയന കൃഷ്ണൻ 9th D. ഞാൻ കാർത്തിക് 9C. ഈ ബഹുപദത്തിന്റെ ഘടകങ്ങൾ പറയുക. രാജേഷ്, തീറ്റയാണോ? തീറ്റയല്ലടാ, കാലിത്തീറ്റ. നിനക്കൊക്കെ 3x² + 5x + 2 a plus b into ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താടാ? ax square plus bx plus c is equal to 0. a സമമല്ല 0. വെരി ഗുഡ്. അയ്യോ കണക്ക് കണക്ക് അയ്യോ പിടിച്ചു പെരുക്ക് അയ്യോ ഹരിച്ചു കുടിച്ചു വയ്യല്ലോ അയ്യോ കണക്ക് കണക്ക് അയ്യോ തലയ്ക്ക് പെരുപ്പ് അയ്യോ പെരുത്ത കുരുക്ക് വീണല്ലോ തലങ്ങും വിലങ്ങും കണക്ക് അമ്മമ്മോ ശരിക്കും കടലിൻ നടുക്ക് പെട്ടല്ലോ. ഭൂഗോളത്തിന്റെ ഓരോ സ്പന്ദനവും കണക്കിലാണ്. വിത്തൗട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. കണക്കുള്ളത് ഈസിയല്ലേ? നമുക്ക് ചുറ്റുമുള്ള എല്ലാ വസ്തുക്കളിലും ഒരു മാത്സ് ഉണ്ട്. അത് കണ്ടെത്തി പഠിച്ച ഇല്ലാത്ത നാളിലെത്തണം പൂജ്യത്തിൽ നിന്നും ഒന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ. ഇന്ന് ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ഗണിതശാസ്ത്ര വിശകലനം, സംഖ്യാസിദ്ധാന്തം, അനന്തശ്രേണികൾ, തുടർഭിന്ന സംഖ്യകൾ എന്നിവയിലും മറ്റും ഗണ്യമായ സംഭാവനകൾ നൽകിയ ഇതിഹാസ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം ആഘോഷിക്കുന്ന ദിവസമാണ് ഇന്ന്. തമിഴ്നാട്ടിലെ ഈ റോഡിലെ ഒരു തമിഴ് ബ്രാഹ്മണ അയ്യങ്കാർ കുടുംബത്തിലാണ് ജനിച്ചത്. അദ്ദേഹത്തിൻ്റെ പിതാവ് തഞ്ചാവൂർ ജില്ലക്കാരനായ കുപ്പുസ്വാമി ശ്രീനിവാസ അയ്യങ്കാർ, അമ്മ കോമളത്തമ്മാൾ. കുംഭകോണം പട്ടണത്തിലെ ശാരംഗപാണി സന്നിധി തെരുവിലെ ഒരു ചെറിയ പരമ്പരാഗത വീട്ടിലാണ് അവർ താമസിച്ചിരുന്നത്. കുടുംബ വീട് ഇപ്പോൾ ഒരു മ്യൂസിയമാണ്. പുതുമയുള്ളതും അസാധാരണമായ രീതികളിലൂടെയും അപരിചിതമായ വഴികളിലൂടെ രാമാനുജൻ തന്റെ ഗവേഷണങ്ങൾ നടത്തി. ആരും ചിന്തിക്കാത്ത രീതിയിലുള്ള അദ്ദേഹത്തിന്റെ സമീപനങ്ങൾ ഒടുവിൽ ഇംഗ്ലണ്ടിലുള്ള കേംബ്രിഡ്ജ് സർവകലാശാലയിലെ ഗണിതജ്ഞൻ G.H. ഹാർഡി തിരിച്ചറിയുകയായിരുന്നു. രാമാനുജന്റെ അസാധാരണമായ കണ്ടുപിടുത്തങ്ങളിൽ അത്ഭുതപ്പെട്ട അദ്ദേഹം രാമാനുജന് ഇംഗ്ലണ്ടിലേക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഒരുക്കിക്കൊടുത്തു. രാമാനുജന്റെ തിയറികൾ പലതും ഗണിതശാസ്ത്രത്തിൽ പുതുമയുള്ളതാണെന്ന് പിന്നീട് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. രാമാനുജന്റെ പ്രസിദ്ധീകരിക്കപ്പെട്ടതും അല്ലാത്തതുമായ നോട്ട് ബുക്കുകൾ അദ്ദേഹത്തിന്റെ മരണാനന്തരം ഒരുപാട് പഠനങ്ങൾക്ക് വിധേയമാക്കിയിട്ടുണ്ട്. അവ ഗണിതശാസ്ത്രത്തിൽ പുതിയ കണ്ടുപിടുത്തങ്ങളിലേക്ക് വഴിതിരിച്ചുവിട്ടു. അദ്ദേഹത്തിന്റെ മരണം കഴിഞ്ഞ് ഒരു നൂറ്റാണ്ട് തികഞ്ഞിട്ടും ആ ഫലങ്ങൾ ഇന്നും പഠനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. ഗണിതാധ്യാപകൻ ശ്രീ രവീന്ദ്രനാഥൻ മാസ്റ്റർ. ഡിസംബർ 22 ദേശീയ ഗണിതശാസ്ത്ര ദിനം. ഭാരതത്തിന്റെ മഹാനായ ഗണിതശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജന്റെ ജന്മദിനം. സ്വപ്രയത്നത്തിലൂടെ ഗണിത വിശകലനം, സംഖ്യാസിദ്ധാന്തം, അനന്തശ്രേണി, തുടർച്ചാഭിന്നയങ്ങൾ തുടങ്ങിയ ഗണിത മേഖലയിൽ ലോകത്തിന്റെ മുന്നിൽ വിലപ്പെട്ട സംഭാവനകൾ നൽകി കേവലം 33 വർഷം മാത്രം ജീവിച്ച് ഗണിതത്തിലെ അത്ഭുതങ്ങൾ കണ്ടെത്തിയ മഹാപ്രതിഭ. കണക്കിന്റെ ഈ കളിത്തോടിന്റെ ഹ്രസ്വജീവിതം വളർന്നു വരുന്ന ഗണിത പ്രതിഭകൾക്ക് വലിയ ഒരു പ്രചോദനമാണ്. ഗണിതത്തിലെ പ്രാവീണ്യം കൊണ്ട് മാത്രം ബ്രിട്ടനിലെ റോയൽ സൊസൈറ്റിയിൽ അംഗത്വം നേടി. 1918 റോയൽ സൊസൈറ്റി ഫെലോഷിപ്പ്, ട്രിനിറ്റി കോളേജിൽ വിശിഷ്ട അംഗത്വം, ഇന്ത്യൻ മാത്തമാറ്റിക്കൽ സൊസൈറ്റി വിശിഷ്ട അംഗത്വം. 2 ക്യൂബുകൾ തുകയായി 2 തരത്തിൽ എഴുതാവുന്ന ഏറ്റവും ചെറിയ സംഖ്യ 1729. പൈയുടെ മൂല്യം, എത്ര വലിയ സംഖ്യകളുടെയും വർഗമൂലം തുടങ്ങിയ മേഖലയിൽ രാമാനുജന്റെ കഴിവ് ലോകത്തെ അത്ഭുതപ്പെടുത്തിയിരുന്നു. കണക്കിന്റെ അത്ഭുത ലോകത്ത് നിന്ന് നമ്മെ വിസ്മയിപ്പിച്ച ഈ മഹാപ്രതിഭ 1920 ഏപ്രിൽ 26 ലോകത്തോട് വിട പറഞ്ഞു. ഇന്ന് നമ്മുടെ കൂടെ കണ്ണൂർ ഡയറ്റിലെ സീനിയർ ലെക്ചർ ശ്രീ ജയദേവൻ ചേരുന്നു. ശ്രീകണ്ഠപുരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ബഹുമാനരായ അധ്യാപകരെ, പ്രിയങ്കരായ കുട്ടികളെ, എല്ലാവർക്കും നമസ്കാരം. ദേശീയ ഗണിതശാസ്ത്ര ദിനത്തോടനുബന്ധിച്ച് സ്കൂളിൽ നടക്കുന്ന ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും ആദ്യമേ അറിയിക്കുകയാണ്. നമുക്കറിയാം, ഗണിതശാസ്ത്രം ശാസ്ത്രങ്ങളുടെ ശാസ്ത്രമാണ്. എല്ലാ വിഷയങ്ങളുമായിട്ടും ഗണിതശാസ്ത്രത്തിനുള്ള ബന്ധം നമുക്ക് മനസ്സിലാവും.
തീർച്ചയായിട്ടും ഗണിതശാസ്ത്രം വിഷമകരമായൊരു വിഷയമായിട്ടാണ് കരുതപ്പെടുന്നതെങ്കിലും അതിൻ്റെ യുക്തി മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ എളുപ്പമുള്ള വിഷയമായിട്ടത് മാറും. ശ്രീനിവാസ രാമാനുജൻ്റെ ജീവിതം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ബോധ്യപ്പെടും. ശ്രീനിവാസ രാമാനുജൻ അദ്ദേഹം ഒരു പുസ്തകം അദ്ദേഹം നിരന്തരം കയ്യിൽ കരുതിയിരുന്നു. ആ പുസ്തകത്തിന്റെ പേര് സിനോപ്സിസ് ഓഫ് എലമെന്ററി റിസൾട്ട്സ് ഇൻ പ്യുവർ മാത്തമാറ്റിക്സ് എന്നാണ്. GS കാർ എഴുതിയൊരു പുസ്തകമാണ്. അതിൽ സങ്കീർണമായ ഗണിത പ്രശ്നങ്ങൾ 6000 ഗണിത പ്രശ്നങ്ങൾ അടങ്ങിയ ഒരു പുസ്തകമാണ് അത്. അപ്പോൾ രാമാനുജൻ ഈ പുസ്തകത്തെ നിരന്തരം കൊണ്ടു നടത്തുന്നതിൻ്റെ ഉദ്ദേശം അതിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താനുള്ളതായിരുന്നു. അദ്ദേഹം അത് നേടി. അതിലെ എല്ലാ ഗണിത പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ രാമാനുജന് കഴിഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കും ഇത് പ്രചോദനം നൽകുന്ന ഒന്നാണ്. ഗണിതശാസ്ത്രത്തിലെ ചില പുസ്തകങ്ങൾ നമ്മുടെ പുസ്തകങ്ങളായി സ്വീകരിക്കുകയും അതിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 1 വർഷം എടുത്തിട്ടോ 2 വർഷം എടുത്തിട്ടോ 3 വർഷം എടുത്തിട്ടോ ഒക്കെ അതിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരം കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്താൽ നമ്മുടെ ഗണിതശാസ്ത്രത്തിലെ നമ്മുടെ പ്രകടനം മെച്ചപ്പെടുന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ശ്രീകണ്ഠപുരം സ്കൂളിൽ ഈയിടെ നടന്ന ഗണിതശാസ്ത്ര എക്സിബിഷൻ കാണാൻ ഞാൻ വരികയുണ്ടായി. തീർച്ചയായിട്ടും വളരെ ആഹ്ലാദകരമായൊരു അനുഭവമായിരുന്നു എക്സിബിഷൻ നമുക്ക് പകർന്നു തന്നത്. ഗണിതശാസ്ത്രത്തിലെ ജ്യാമിതിയുമായി ബന്ധപ്പെട്ടും അരിത്തമാറ്റിക് നമ്പറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള സവിശേഷമായ കൗതുകമുണർത്തുന്ന ധാരാളം കാര്യങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു. ഈ കാര്യങ്ങളെ വളരെ മനോഹരമായിട്ട് വിശദീകരിച്ചു തരുന്ന കുട്ടികളെ കാണാൻ കഴിഞ്ഞു. ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയ ശ്രീ രവീന്ദ്രനാഥ മാഷയും സ്കൂളിലെ ഗണിത അധ്യാപകരെയും എല്ലാ അധ്യാപകരെയും ഞാൻ അഭിനന്ദിക്കാൻ കൂടി ഈ സന്ദർഭം വിനിയോഗിക്കുകയാണ്. തീർച്ചയായിട്ടും ഗണിതശാസ്ത്രം ജനകീയമാകേണ്ട ഒരു വിഷയം കൂടിയാണ്. നമ്മൾ പൊതുവെ വിഷമകരമായിട്ടൊരു വിഷയമാണ് കരുതുന്നതെങ്കിലും അത് കുറേയും കൂടി ജനകീയമാകേണ്ടതുണ്ട്. അപ്പോൾ ഒരു പൊതുസമൂഹത്തിന് മുന്നിൽ ഗണിതശാസ്ത്രത്തിൻ്റെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ ഇത്തരം എക്സിബിഷനുകൾ സഹായിക്കും. ഏകദേശം 4000-ഓളം പേര് എക്സിബിഷൻ കണ്ടു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വിദ്യാലയത്തിൽ നടക്കുന്ന എല്ലാ ഗണിതശാസ്ത്ര പ്രവർത്തനങ്ങൾക്കും സമൂഹവുമായിട്ട് ഗണിതശാസ്ത്രത്തെ ബന്ധപ്പെടുത്താൻ നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം. ഇനി ശ്രീകണ്ഠപുരം നഗരസഭാ ചെയർപേഴ്സൺ ഡോക്ടർ KV ഫിലോമിനയുടെ വാക്കുകൾ കേൾക്കാം. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ശ്രീകണ്ഠപുരം ഹയർ സെക്കൻഡറി സ്കൂളിൽ പോയ സമയത്ത് അവിടെ ഒരു എക്സിബിഷൻ കാണാനിടയായി. കണക്ക് എങ്ങനെ ആസ്വാദ്യകരമായി പഠിക്കാം എന്നുള്ളതിനെ കുറിച്ച് അവിടുത്തെ വിദ്യാർത്ഥിനികൾ തന്നെ രൂപകൽപ്പന ചെയ്ത ഒരു 90 മാതൃകകൾ എനിക്ക് കാണാൻ സാധിച്ചു. തീർച്ചയായിട്ടും അതെനിക്ക് വലിയൊരു പുത്തൻ അനുഭവമായിരുന്നു. ഞാൻ ഓരോ മാതൃകയുടെ അടുത്ത് പോയി കുട്ടികളോട് വിശദമായിട്ട് അത് അന്വേഷിച്ച് അവരത് ചെയ്തതിൻ്റെ രീതിയും അത് വളരെ രസകരമായി ആസ്വദിച്ച് ചെയ്തതിൻ്റെ ആ ഒരു സാഹചര്യത്തെക്കുറിച്ചൊക്കെ അവരെന്നോട് പറഞ്ഞു. തീർച്ചയായിട്ടും അത് കുട്ടികൾക്ക് വളർന്നു വരുന്ന തലമുറയ്ക്ക് ഏറ്റവും നല്ല ഒരു സഹായകരമായ ഒരു കാര്യമായിരിക്കും. കണക്കൊക്കെ നമ്മൾ സാധാരണക്കാർ എല്ലാവർക്കും അറിയാം, കണക്ക് പഠിക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം. അതേസമയം ചില കുട്ടികൾക്ക് അത് വലിയ ഇഷ്ടത്തോടെ പഠിക്കുന്നത് കാണാം. നമ്മളെല്ലാവരും സാധാരണ പഠനം രസിച്ച് പഠിക്കണം, പഠിച്ച് രസിക്കണം, അങ്ങനെയാണല്ലോ. പ്രിയപ്പെട്ട രവിമാഷയെയും അവർക്ക് പ്രോത്സാഹനം കൊടുക്കുന്ന പ്രിയപ്പെട്ട ഹെഡ് മിസ്ട്രസിനെയും അതുപോലെ പ്രിൻസിപ്പലിനെയും മറ്റ് പ്രിയപ്പെട്ട സഹാധ്യാപകരെയും കൂടാതെ അതിന് പ്രയോജനം ഉൾക്കൊള്ളുന്ന പ്രിയപ്പെട്ട എൻ്റെ കുഞ്ഞുങ്ങളെയും എല്ലാവരെയും ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് ഇനിയും ഇതുപോലെ ഉദാത്തമായ മാതൃകകൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. പ്രിയ കൂട്ടുകാരെ, ഞാൻ അരുന്ധതി K, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ശ്രീകണ്ഠാപുരം 9യിൽ പഠിക്കുന്നു. ഇന്ന് ഡിസംബർ 22 ഗണിതശാസ്ത്ര ദിനം. ഗണിതം എന്ന പേര് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന മുഖം ഗണിതശാസ്ത്രത്തിൽ അഗ്രഗണ്യനായ ശ്രീ ശ്രീനിവാസ രാമാനുജന്റേതാണ്. ആ മഹാപ്രതിഭയെ അനുസ്മരിക്കുന്നതിനും ജീവിതത്തിന്റെ തന്നെ ഒരു ഭാഗമായ ഗണിതത്തെ കൂടുതൽ പരിചയപ്പെടാനും ഗണിതത്തെ വളരെയധികം എളുപ്പമാക്കാനും പറ്റുന്ന വിധത്തിൽ സെയിം 24 എന്ന പേരിൽ ഒരു പരിപാടി നമ്മുടെ സ്കൂളിൽ അവതരിപ്പിച്ചു. ഒരു കഥ പോലെ, ഒരു കവിത പോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒന്നാണ് കണക്ക് എന്ന കാര്യം ആ സന്ദർഭത്തിൽ ഞാൻ തിരിച്ചറിഞ്ഞു. വളരെ മനോഹരമായ രീതിയിൽ ചെയ്ത ജോമെട്രിക്കൽ ചാർട്ടുകളുടെ പ്രദർശനം ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ്. ഗണിതം ഒരു ശാസ്ത്രം മാത്രമല്ല, അതൊരു കല കൂടിയാണ് എന്ന സത്യം ആ കാഴ്ചകൾ ഞങ്ങളെ ഓർമ്മപ്പെടുത്തി. നമസ്കാരം, ഞാൻ ഇൻഷ ഹംസ 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഇന്ന് ഡിസംബർ 22 ലോക ഗണിത ശാസ്ത്ര ദിനം. ഈ അവസരത്തിൽ എൻ്റെ സ്കൂളായ GHS ശ്രീകണ്ഠാപുരത്ത് ഏറ്റവും മികച്ച രീതിയിൽ നടന്ന ഗണിതത്തെ സംബന്ധിച്ച് 2 പരിപാടികളാണ്. ഞങ്ങൾ കുട്ടികൾ തന്നെ തയ്യാറാക്കിയ
ചാർട്ട് പ്രദർശനവും ഗണിതത്തെ അടുത്തറിയാൻ കളിച്ചും ചിരിച്ചും എഴുതിയും എൻ്റെ സ്വന്തം സുഹൃത്തുക്കൾ തയ്യാറാക്കിയ ഗണിത ഉപകരണങ്ങളും പ്രവൃത്തികളും ഞങ്ങളെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ഈ പരിപാടികൾ ഞങ്ങൾക്ക് ഗണിതത്തെക്കുറിച്ച് കൂടുതൽ അറിയാനും പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കാനും ഞങ്ങളെ സഹായിച്ചു. ഞങ്ങൾക്കുപരി മറ്റു സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും ഇത് വളരെ ഉപയോഗപ്പെട്ടിരുന്നു. പ്രിയരെ, ഞാൻ കൗശിക് 10 പഠിക്കുന്നു. ഈ വർഷം നമ്മൾ നടപ്പിലാക്കിയ സെയിം 24 സ്കൂൾ ലെവൽ ആക്സലറേഷൻ ആൻഡ് മാത്തമാറ്റിക്കൽ എക്സലൻസ് ഒരു മികച്ച അനുഭവമാണ് ഞങ്ങൾ ശ്രീകണ്ഠാപുരം സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത്. ദ്വിമാന ത്രിമാന രൂപങ്ങൾ നിർമ്മിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞതിൽ വേറിട്ടൊരു അനുഭവമായിരുന്നു. ജോമെട്രിക്കൽ ചാർട്ടുകൾ വരച്ച് പ്രദർശിപ്പിച്ചതും ഗണിത സൗന്ദര്യം, എല്ലാ നിർമ്മിതിയിലെയും ഗണിത പാറ്റേൺ എല്ലാം എന്തൊരു രസമായിരുന്നു. ഗണിത പഠനം ആസ്വാദനത്തിന്റെ ഉയർന്ന തലം ഇതാണല്ലോ എന്നൊരു അനുഭൂതി ഞങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചു. മൊബൈലും ഗെയിമും നോക്കി സമയം കളയുന്ന ഞങ്ങൾക്ക് വേറിട്ടൊരു അനുഭവമായിരുന്നു സെയിം 24. പ്രിയ കൂട്ടുകാരെ, ഞാൻ അനുനന്ദ് 9C പഠിക്കുന്നു. ഈ വർഷം നമ്മുടെ സ്കൂൾ സെയിം 24 എന്ന പേരിൽ ഗണിതശാസ്ത്രത്തെ അടുത്തറിയാൻ, ഗണിത പഠനം ആസ്വദിക്കാൻ നിരവധിയായ പ്രവർത്തനങ്ങളാണ് ചിട്ടപ്പെടുത്തിയത്. ആദ്യഘട്ടം എന്ന നിലയിൽ ഗണിത സൗന്ദര്യം നേർക്കാഴ്ചയായി 600ഓളം ജോമെട്രിക്കൽ ചാർട്ടുകളുടെ പ്രദർശനം നമ്മൾ വിദ്യാർത്ഥികളെ അത്ഭുതപ്പെടുത്തിയ കാഴ്ചയാണ് സമ്മാനിച്ചത്. തുടർന്ന് നിരവധിയായ വർക്ക്ഷോപ്പുകളിലൂടെ സ്വായത്തമാക്കിയ കഴിവുകൾ ഉപയോഗിച്ച് നിർമ്മിച്ച ദ്വിമാന ത്രിമാന രൂപങ്ങൾ, ഗെയിംസ്, പസിൽ, മോഡലുകൾ, പാഠഭാഗങ്ങൾ നമ്മോട് പറയുന്ന കാര്യങ്ങൾ ഫലപ്രദമായി പ്രദർശിപ്പിക്കാനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനും സാധിച്ചത് എന്നത് ഏറെ ചാരിതാർത്ഥ്യത്തോടെ ഓർക്കുന്നു. യൂട്യൂബ്, മൊബൈൽ തുടങ്ങിയവ ഉണ്ടാക്കുന്ന ഡാർക്ക് സീൻ പ്രവണതയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. കൂടുതൽ അറിയാനും പഠിക്കാനും പഠനം ആസ്വദിക്കാനും കഴിഞ്ഞു. ഈ രീതിയിൽ ഗണിതത്തെ സമീപിച്ചാൽ ഏറ്റവും രസകരമായ വിഷയമാണ് ഗണിതം എന്ന ചിന്ത നമ്മളിൽ ജ്വലിപ്പിക്കാൻ സെയിം 24 സാധിച്ചു. ഞാൻ അഭിഷേക് BS 9 പഠിക്കുന്നു. ചെറിയ ക്ലാസ്സിൽ തൊട്ട് നമ്മൾ ചരങ്ങളെക്കുറിച്ചും അവയുടെ പ്രയോഗങ്ങളെക്കുറിച്ചും സമവാക്യങ്ങൾ പഠിക്കലും ബോധ്യപ്പെടലും താരതമ്യേന മറ്റു വിഷയങ്ങളെ അപേക്ഷിച്ച് പ്രയാസമുള്ളതായിട്ടാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളെയെല്ലാം ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മൾ നടത്തിയ ഈ പ്രദർശനം ഗണിതത്തിലെ ആസ്വാദ വഴികൾ അത് പഠനത്തിൽ പ്രയോജനപ്പെടുത്താൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. ഇതിലൊരു പങ്കാളിയാവാൻ സാധിച്ചതിൽ ഞാൻ സന്തുഷ്ടനാണ്. ഈ പ്രോഗ്രാമിലൂടെ കൂടുതൽ അറിവ് നേടാനും എനിക്ക് സാധിച്ചു. കണ്ണൂർ ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്ത പരിപാടിയിൽ നിന്ന് ദർപ്പണം. ശ്രോതാക്കൾ പ്രതികരിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്കാരം. നമസ്കാരം. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു ദർപ്പണത്തിലേക്ക്. ചേട്ടാ, ദ്വിമാന സമവാക്യത്തിന്റെ സാമാന്യ രൂപം എന്താണ്? അത് അല്ല, ആ ചോദ്യത്തിന് ഇവിടെ എന്ത് പ്രസക്തി? പ്രസക്തി ഉണ്ട്. ചേട്ടൻ അറിയോ, ഭൂലോകത്തിന്റെ സ്പന്ദനം കണക്കിലാണ്. വിത്തൌട്ട് മാത്തമാറ്റിക്സ് ഭൂമി വെറും ഒരു വട്ടപൂജ്യം. ഇത് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ ഈ വാചകം. കേൾക്കും. ചാക്കോ മാഷ് സ്ഫടികം. അത് തന്നെ. ഓർമ്മക്കുറവ് അങ്ങോട്ട് ശരിയായിട്ടില്ല അല്ലേ? അല്ലാതെ കണക്ക് ഐച്ഛിക വിഷയമാക്കിയ ഒരാൾക്ക് ഈ ചോദ്യമൊക്കെ നിസ്സാരല്ലേ? ചേച്ചിക്ക് എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ ഈ ഉത്തരം അറിഞ്ഞിട്ട്? ഏയ്, അത്യാവശ്യം പോയിട്ട് ആവശ്യം പോലുമില്ല. ഞാനും കണക്കുമായിട്ട് അത്ര നല്ല രസത്തിലല്ല. ഓഹോ, അപ്പോ ഒന്നും ഇമ്മിണി വലിയൊന്ന്. എനിക്ക് ബഷീറിനെ പോലെ ചിന്തിക്കാനാ ഇഷ്ടം. അപ്പൊ പിന്നെ എല്ലാം എളുപ്പമായല്ലോ. അതെ, പക്ഷേ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കൊക്കെ ഇനി കണക്ക് ശരിക്കും എളുപ്പമാവും. കാരണം കണക്കിന് ലളിതമാക്കാൻ വേണ്ടി സ്കൂളിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ. അതെ, 9-ാം തീയതി ജാലകത്തിൽ പ്രക്ഷേപണം ചെയ്ത ഗണിത ബോധനത്തിന്റെ ആസ്വാദ്യ വഴികൾ നല്ല അനുഭവമായിരുന്നു എന്ന് നിഷ MM കതിരൂർ. കണക്ക് പോലുള്ള പ്രയാസമുള്ള വിഷയങ്ങളെ ലളിതമായി കുട്ടികളിൽ എത്തിക്കാൻ ശ്രീകണ്ഠപുരം സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങൾ. അതിൽ ചെറിയ അഭിപ്രായ വ്യത്യാസമുണ്ട്. കണക്കങ്ങനെ ബുദ്ധിമുട്ടുള്ള വിഷയമൊന്നും അല്ല. എല്ലാരും ചേട്ടനെ പോലെ കണക്കപ്പിള്ളയല്ലോ. എന്തായാലും കണക്ക് ഒരു വിഷയം മാത്രമാണ്, ബുദ്ധിമുട്ടുള്ള വിഷയമല്ല. ആയിക്കോട്ടെ. ആ പരിപാടി വ്യത്യസ്തമായെന്ന് മുനീർ വടകരി എഴുതിയിട്ടുണ്ട്. ഇതിനു മുൻപും വേറിട്ട വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തി ശ്രദ്ധേയനായ രവിമാഷിനും സഹ അധ്യാപകർക്കും അഭിനന്ദനങ്ങൾ. മൌലികവും നവീനവുമായ ആശയങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്ന ഇക്കാലത്ത് കണക്ക് പോലുള്ള വിഷയങ്ങളെ ലളിതമായി കുട്ടികളിൽ എത്തിക്കാൻ
സ്കൂൾ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് അഭിനന്ദനങ്ങളെന്ന് ടി ഗംഗാധരൻ മാസ്റ്റർ അടൂരും എഴുതിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ പറയും മൊബൈൽ നോക്കുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ദൂഷ്യവശങ്ങൾ നമ്മളെ കുട്ടിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ മാറ്റി നിർത്തി ഈ ഒരു ജോമെട്രിക്കൽ ചാർട്ട് ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ ഒരു 5, 6 അല്ലെങ്കിൽ 8 മണിക്കൂറിന്റെ ഒരു പ്രയത്നം ഉണ്ട് അതിന്റെ പിന്നിൽ. അപ്പൊ അത്രയും കുട്ടികൾ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അതിൽ മാത്രം ശ്രദ്ധിച്ച് അത് ചെയ്ത് വിജയിപ്പിച്ചു കൊണ്ടുവന്നിട്ട് ഒരു പ്രദർശനം നടത്തുക, അതൊരു ശ്രദ്ധ ആകർഷിക്കുക എന്നെല്ലാം പറഞ്ഞത് എനിക്കും കൂടി ഒരു അഭിമാനമുള്ള കാര്യമായിട്ട് കരുതുന്നു. സ്കൂൾ പ്രധാനാധ്യാപിക MV ഗീത. സ്കൂളിലെ മാത്സിന്റെ ടീം എന്ന് പറയുന്ന ആ ഒരു മാത്സിന്റെ ടീം ടീച്ചേഴ്സിന്റെ ഹാർഡ് വർക്ക് ഇതിന്റെ പിന്നിലുണ്ട്. ഇത് ഒറ്റ നോട്ടത്തിൽ അവര് തന്നെ ആ ഫോർമുലയും അതിന്റെ ഇക്വേഷനും ഒക്കെ അവര് തന്നെ മനസ്സിലാക്കി ഉണ്ടാക്കി മറ്റുള്ളവർക്ക് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കുക എന്ന് പറയുമ്പോൾ അവര് അതിനകത്ത് അത്രയും പഠനം നടത്തിയിട്ടുണ്ട്. അപ്പൊ അവരുടെ ആ ഒരു എക്സ്പീരിയൻസും അവരുടെ അറിവും എന്ന് പറയുന്നത് ഒരുപാട് കൂടുകയാണ്. ജീവിതം പരീക്ഷയെന്ന നേരറിഞ്ഞു പുഞ്ചിരിച്ച് ഉള്ളിൽ ആശിച്ചൊരുന്നമെത്തണം, കണ്ണീരില്ലാത്ത നാളിലെത്തണം, പൂജ്യത്തിൽ നിന്നു മുന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ, ഉള്ളിൽ ആശിച്ചൊരുന്നമെത്തണം, കണ്ണീരില്ലാത്ത നാളിലെത്തണം, പൂജ്യത്തിൽ നിന്നു മുന്നിലെത്തുവാൻ ഇത്രയും നേരമോ ഇത്രയും ദൂരമോ. ഇതോടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശബ്ദ സംയോജനം നിർവഹണം രാജീവ് MK. കൂടുതൽ അറിവുകളും വിശേഷങ്ങളുമായി ഞങ്ങൾ വീണ്ടും എത്തും. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.